തെന്നിന്ത്യൻ സിനിമാ ചരിത്രത്തിൽ മറ്റൊരു പ്രതിഭ കൂടി വിട പറഞ്ഞിരിക്കുകയാണ്. വിജയകാന്ത് എന്ന അമാനുഷിക നടൻ വിട പറയുമ്പോൾ തമിഴകത്തിനെ മാത്രമല്ല തെന്നിന്ത്യയെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സിനിമയ്ക്കപ്പുറം ജയലളിതയോടും കരുണാനിധിയോടും ഒരുപോലെ യുദ്ധം പ്രഖ്യാപിച്ച് തമിഴ്നാട്ടിൽ പേരൂന്നിയ നടനായിരുന്നു വിജയകാന്ത്. 2006 പാർട്ടി പ്രഖ്യാപിച്ച വിജയകാന്ത് 2011 പ്രതിപക്ഷ നേതാവുമായി പ്രവർത്തിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. എന്നാൽ വളർന്നതിനേക്കാൾ വേഗത്തിൽ തളർന്ന ചരിത്രമാണ് വിജയകാന്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനുണ്ടായത്. ജയലളിതയും കരുണാനിധിയും ജീവിച്ചിരുന്നപ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങാൻ ധൈര്യം കാണിച്ചയാൾ, ഇരു നേതാക്കൾക്കെതിരെയും വിമർശനത്തിൻ്റെ വിരൽ ചൂണ്ടിയ സിനിമാക്കാരൻ, DMK നേതാവ്, കരുണാനിധിയുടെ വലിയ ആരാധകനായിരുന്നു. കലൈഞ്ജറുടെ വരികളിലൂടെ ദ്രാവിഡ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കൂടെ നിന്നു. ശ്രീലങ്കൻ തമിഴർക്ക് പിന്തുണയുമായി ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങി. കാലം ഏറെ കഴിഞ്ഞു. റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ചെന്നൈ കോയമ്പേടുള്ള തൻ്റെ കല്യാണ മണ്ഡപം പൊളിക്കാനുള്ള തീരുമാനം DMKയുമായി അകലാൻ കാരണമായി. അതിൻ്റെ വാശി കൂടിയായതോടെ DMDK എന്ന പുതിയ പാർട്ടി പിറന്നു. ആദ്യ മത്സരത്തിന് ക്യാപ്റ്റൻ തിരഞ്ഞെടുത്തത് മറ്റൊരു ശത്രുവിൻ്റെ കോട്ട. തൻ്റെ സിനിമകളെ വിമർശിച്ചിരുന്ന പട്ടാളി മക്കൾ കക്ഷിക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമായ ബിരുദാചലത്ത് അവരെ വെല്ലുവിളിച്ച് കന്നിയംഗത്തിനിറങ്ങി. മറ്റെല്ലാ പാർട്ടി സ്ഥാനാർത്ഥികളും തോറ്റെങ്കിലും വിജയകാന്ത് വിജയിച്ചു കയറി. 2011 DMKയുമായി ചേർന്ന് മത്സരിച്ചു. ജയലളിത മുഖ്യമന്ത്രിയായി. സഖ്യകക്ഷിയായ DMDKയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും രണ്ടാമത്തെ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവായി. DMKയോടുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു അത്. എന്നാൽ ജയലളിതയുമായി അധികനാൾ ഒത്തുപോകാനായില്ല. നിയമസഭയിൽ ക്യാപ്റ്റൻ്റെ വാക്കുകളുടെ മൂർച്ചയറിഞ്ഞു ഭരണപക്ഷം. ആഡംബര ജീവിതവും ആരോഗ്യ പ്രശ്നങ്ങളും വിജയകാന്തിനെ തളർത്തി. പാർട്ടിക്ക് വിജയത്തുടർച്ചയുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു. വയ്യാത്ത അവസ്ഥയിലും കരുണാനിധിയുടെ ഓർമ്മക്കുടീരം സന്ദർശിക്കാൻ നിറകണ്ണുകളോടെ എത്തിയ ക്യാപ്റ്റൻ്റെ ദൃശ്യങ്ങൾ ഏവരുടെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു. നിലവിൽ ഭാര്യയും അളിയനുമാണ് പാർട്ടിയെ നയിക്കുന്നത്. പഴയ പ്രതാപമില്ലെങ്കിലും DMDKയെ ഒപ്പം കൂട്ടാൻ പ്രധാന കക്ഷികളെല്ലാം ശ്രമിച്ചിരുന്ന കാലമായിരുന്നു ഈ അടുത്ത കാലത്ത്. സേവന പ്രവർത്തനങ്ങളിലടക്കം വിജയകാന്ത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ സജീവമായിരുന്നു. MGRനെ പോലെ ജനങ്ങളെ ചേർത്തു നിർത്തിയിരുന്ന താരം പക്ഷേ രാഷ്ട്രീയക്കാരനായപ്പോൾ ആ ചേർത്തു നിർത്താനുള്ള രസതന്ത്രം മറന്നുപോയി. വളർന്നതിനേക്കാൾ വേഗത്തിൽ തളർന്ന താരം എന്ന വിശേഷണത്തിന് ഉടമയായി വീണ്ടും ഒരു യാത്ര കൂടി.